പട്ടിണി സൂചികയിൽ അയൽ രാജ്യങ്ങളെക്കാൾ പിന്നിലായി ഇന്ത്യ. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ. മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യത്തിന്റെ നിലവാരമില്ലായ്മ വ്യക്തമാക്കുന്നതാണ് ലോക്സഭയിൽ CPIM അംഗം കെ രാധാകൃഷ്ണന്റെ ചോദ്യത്തിനുള്ള രേഖാമൂലമുള്ള മറുപടി. കൺസേൺ വേൾഡ് വൈഡും വെൽത്തുങ്കർ ഫിൽഫും സംയുക്തമായി പ്രസിദ്ധീകരിച്ച ആഗോള പട്ടിണി സൂചികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഗുരുതര വിഭാഗത്തിലാണെന്ന റിപ്പോർട്ട്. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് 105-ാം സ്ഥാനത്താണ്. അതായത് ഗുരുതര പട്ടിണി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അവസാന 42 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഇന്ത്യ കരകയറിയിട്ടില്ല. 2016-ൽ 104 രാജ്യങ്ങളുടെ പട്ടികയിൽ 80-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയുടെ റാങ്കിംഗാണ് മോദി സർക്കാരിന്റെ തുടർച്ചയായ ഭരണത്തിൽ കൂപ്പുകുത്തിയത്. പട്ടിണി സൂചികയിൽ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് രാജ്യങ്ങളെക്കാൾ ഇപ്പോഴും പിന്നിലാണ് ഇന്ത്യ. ഭക്ഷണത്തിന്റെ അപര്യാപ്തത, കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, ശിശു മരണനിരക്ക് എന്നിവ മാനദണ്ഡമാക്കിയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. കുട്ടികളുടെ മരണനിരക്കിൽ ചെറിയ കുറവ് കാണിക്കുമ്പോൾ പോഷകാഹാരക്കുറവിൽ ഇന്ത്യ കടുത്ത വെല്ലുവിളി നേരിടുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മരണനിരക്ക് 2.9% പോഷകാഹാരക്കുറവ് 13.7%. 18.7% കുട്ടികൾക്കും പൊക്കമനുസരിച്ച് തൂക്കമില്ലെങ്കിൽ രാജ്യത്തെ 35.5% കുട്ടികൾക്കും പ്രായത്തിനനുസരിച്ച് ഉയരവും ശേഷിയുമില്ലെന്ന് ഇൻഡെക്സ് ചൂണ്ടിക്കാട്ടുന്നു. 2016 ശേഷം പട്ടിണി കുറയ്ക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഈ നില തുടർന്നാൽ 2030 ആകുമ്പോൾ 0 വിഭാഗത്തിലേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ്. കൈരളി ന്യൂസ്, ദില്ലി.